മകളെ, ജെറുസലം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഇതാ നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞു. നവവത്സരത്തിൻ്റെ പൊൻപുലരിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഹൃദയങ്ങളും കുടുംബങ്ങളും തലമുറകളും ഈ പൊൻപുലരി കാണുവാനായിട്ട് കാത്തിരിക്കുകയാണ്. ആരുടെയെങ്കിലും ഹൃദയത്തിലേക്ക് ഒരു വചനം വന്നാൽ ആ വചനത്തെ ഏറ്റെടുത്താൽ അവൻ അനുഗ്രഹിക്കപ്പെടും. ഈ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ ഒത്തിരിയേറെ വചനങ്ങൾ നമ്മൾ ശ്രമിക്കുകയുണ്ടായി. വചനം ആദരിക്കുന്നവർക്കാണ് അനുഗ്രഹം ഉണ്ടായിത്തീരുന്നത്. വചനം ആദരിക്കുന്നവർക്കാണ് ആശീർവാദം തരുന്നത്. കർത്താവിന്റെ വചനം ശ്രമിച്ച് 115 സങ്കീർത്തനം 11 വാക്യം, കർത്താവിന്റെ ഭക്തരെ കർത്താവിൽ ആശ്രയിക്കുവിൻ, അവിടെ നിന്നാണ് നിങ്ങളുടെ സഹായവും പരിചയം. ദൈവം ആരെയാണ് സഹായിക്കുന്നത്? ആർക്കാണ് പരിചയമായി വന്നു നിൽക്കുന്നത്? കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് എല്ലാ വസ്തുക്കളെക്കാളും, എല്ലാ സുഖങ്ങളെക്കാളും, എല്ലാ സമ്പത്തിനേക്കാളും, എല്ലാ സൗന്ദര്യത്തെക്കാളും ഉപരിയായി ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്കാണ് അവിടുന്ന് സഹായവും അവിടുന്ന് പരിചയവുമായി വന്നു നിൽക്കുന്നത്. അവിടുന്ന് ഭവനങ്ങളെ ആശീർവദിക്കുന്നു, അവിടുന്ന് മക്കളെ ആശീർവദിക്കുന്നു. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ കർത്താവ് കടന്നു വന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്നു, അവിടുന്ന് നമ്മെ സഹായിക്കുന്നു. അതുകൊണ്ട് തിന്മയെ ചെറുത്തു നിൽക്കാൻ വേണ്ടിയിട്ടാണ് പരിചയമായിട്ട് കടന്നു വരുന്നത്. നിന്റെ ഹൃദയത്തിൽ ഏതെങ്കിലും തിന്മയുണ്ടോ? ഓർത്തു നോക്കിയേ. എന്റെ ഹൃദയത്തിൽ വന്ന ആ തിന്മയല്ലേ എന്റെ കുടുംബത്ത് ഇന്ന് കഷ്ടപ്പാട് വരുത്തി വെച്ചത്, നിനക്ക് വേദനകൾ വരുത്തി വെച്ചത്, നിനക്ക് രോഗങ്ങൾ വരുത്തി വെച്ചത്. തിന്മയെ ചെറുക്കാനായിട്ട്, പരിചയമായിട്ട് ഈശോ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. നീ തളർന്നവനാണോ? കർത്താവ് വരും. നീ തകർന്നവനാണോ? കർത്താവ് സഹായിക്കും. നിനക്ക് രോഗം മൂലം ക്ലേശിക്കുന്നവനാണോ? രോഗപീഠകൾ എടുത്തു മാറ്റും. നീ പല വിധത്തിൽ കടക്കണിയിൽ പെട്ടവനാണോ? കർത്താവ് വരികയാണ്. പിതാവായ ദൈവത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിനക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഇന്നത്തെ ഈ പ്രയർ ലൈൻ ഷെയർ ചെയ്യുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും, സഹനപ്പൂക്കൾക്കും, അപ്പസ്വലന്മാർക്കും, പ്രേക്ഷിതർക്കും, ശുശ്രൂഷകർക്കും, കുടുംബങ്ങൾക്കും അനുഗ്രഹമുണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.